ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും ആത്മീകമായി സന്തോഷത്തിലായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു, അറിയുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എങ്ങനെ ദൈവത്തിൻ്റെ ഹിതത്തെ തിരിച്ചറിയാം, ദൈവ പദ്ധതിയുടെ ഭാഗമാകാം, ദൈവശബ്ദം എങ്ങനെ കേൾക്കാം, കേൾക്കുന്ന ദൈവശബ്ദത്തെ എങ്ങനെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് മുൻപോട്ട് പോകാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ദൈവത്താൽ നാം ഉപയോഗിക്കപ്പെടണമെങ്കിൽ ദൈവശബ്ദം കേൾക്കുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടി നമ്മളെക്കുറിച്ചുള്ള ആ ദൈവിക ഉദ്ദേശങ്ങളിലേക്ക് നമ്മൾ എത്തപ്പെടുകയും ചെയ്തെങ്കിൽ മാത്രമേ ഏതൊരു വ്യക്തിയും ദൈവത്താൽ ഉപയോഗിക്കപ്പെടുകയുള്ളൂ. അതിന് ഏറ്റവും സഹായകമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉദ്ദേശം അത് മാത്രമേ ഉള്ളൂ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഒരു സന്ദേശം നൽകുകയുണ്ടായി. ആ മെസ്സേജ് പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിക്കുമ്പോൾ എന്നതാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നാം ആഗ്രഹിക്കുന്നെങ്കിൽ, ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടണമെന്ന്, പ്രയോജനപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ് ആ ഒരു ആത്മാവിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അത് നഷ്ടപ്പെടാതെ തിരുവചനാടിസ്ഥാനത്തിൽ നാം മുൻപോട്ട് പോകുമ്പോൾ മാത്രമേ അത് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തത്തുള്ളൂ. ഇന്ന് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് പോകുകയാണ്. അത് മനസ്സിലാക്കി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ദൈവശബ്ദവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വാക്കുകൾ ദൈവത്തിൻ്റെ വാക്കുകളായി തീരുന്നു എന്നുള്ള ഒരു ദൈവിക സന്ദേശം കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിലൂടെ എൻ്റെ ഉള്ളിലേക്ക് നൽകി. ദൈവത്തിനായി പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ആ സന്ദേശങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിൽ നമുക്കൊരുമിച്ച് കേൾക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യാം. ഏതായാലും കർത്താവിൽ നമ്മളൊക്കെ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവത്തിന് വേണ്ടി നമ്മളൊക്കെ പ്രയോജനപ്പെടട്ടെ. ആത്മീകമായി വർധനവിലേക്ക് ഈ സന്ദേശങ്ങളൊക്കെ നമ്മളെ എത്തിക്കുവാൻ ഇടയായി തീരട്ടെ. ഇന്നത്തെ ഈ മെസ്സേജിൻ്റെ തലക്കെട്ടെന്ന് പറയുന്നത് മരുഭൂമിയെ ഉദ്യാനമാക്കുന്ന പരിശുദ്ധാത്മാവെന്നാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസത്തെ ഒരു മെസ്സേജ്, ആ ഒരു മെസ്സേജിന് ശേഷം മറ്റു ചില മെസ്സേജുകൾ വന്നിരുന്നു. ആ മെസ്സേജ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ നിയന്ത്രിക്കുമ്പോൾ എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് മരുഭൂമിയെ ഉദ്യാനമാക്കുന്ന പരിശുദ്ധാത്മാവ്. ഈ ഒരു വിഷയം വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില അനുബന്ധ സന്ദേശങ്ങൾ അത് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. പരിശുദ്ധാത്മാവ് എന്തെല്ലാം ചെയ്യുന്നു, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ആത്മീക ജീവിതത്തിലും ശുശ്രൂഷയിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, ആത്മീക കൃപാവരങ്ങൾ എന്ന് തുടങ്ങി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്നുള്ള ഒരു പ്രധാന ഭാഗം. ഏതെല്ലാം കാര്യങ്ങളിൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് ദൈവാത്മാവിനെ നമ്മളിൽ നിന്ന് ദുഃഖിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ദുഃഖിപ്പിക്കാൻ പറ്റുന്നത്, അതെ നമ്മുടെ ദൈവകൃപ നഷ്ടപ്പെട്ടു പോകുന്ന മേഖലകൾ എന്തൊക്കെയാണ് എന്നിത്യാദി കാര്യങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രവാചകനായ യെശയ്യാവിൻ്റെ പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഉയരത്തിൽ നിന്ന് ആത്മാവിനെ പകരുമ്പോൾ മരുഭൂമി ഉദ്യാനമായി മാറും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ ഒരു വാക്യമാണ് നാം ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം മുഴുവനും 1000 ആണ്ട് വാഴ്ചയോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ ആ ഒരു മശിഹായുടെ ഭരണകാലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവചന വാക്കുകളാണ്. 32-ാം അധ്യായം ആരംഭിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് കഴിയും. എന്നാൽ 9-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ്, 9-ാമത്തെ വാക്യത്തിൽ സ്വൈര്യമായിരിക്കുന്നവരോടുള്ള ദൂതാണ്, അല്ലെങ്കിൽ അവരോടുള്ള ചില ദൈവിക ആലോചനകളാണ്. നമുക്കറിയാം പ്രവാചകനായ യെശയ്യാവിൻ്റെ പുസ്തകം 8th സെഞ്ച്വറി പ്രൊഫറ്റ് എന്നറിയപ്പെടുന്ന 8-ാം നൂറ്റാണ്ടിലെ പ്രവാചകനാണ്. യെശയ്യാവ്, ആമോസ്, ഹോശയ, മീഖ, ഈ പ്രവാചകന്മാരെല്ലാം 8th സെഞ്ച്വറി പ്രൊഫറ്റ്സ് ആണ്. എന്ന് പറഞ്ഞാൽ BC 8-ാം നൂറ്റാണ്ടിൽ ഇസ്രയേല് സാമ്പത്തികമായും സാമൂഹികമായും അവരുടെ ഉന്നതമായിട്ടുള്ള നിലയിൽ നിൽക്കുമ്പോൾ, അന്നത്തെ ചുറ്റുപാടുമുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ ബിസിനസ്സുകളും, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ട്രേഡ് റൂട്ടുകൾ ഈ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒത്തിരി ടാക്സ് ഒക്കെ അവർക്ക് കിട്ടി. അവർ സാമ്പത്തികമായി സാമൂഹികമായിട്ടൊക്കെ ഉയർന്ന നിലയിൽ നിൽക്കുമ്പോൾ എഴുതിയ പുസ്തകമാണ് യെശയ്യാവ്, ആമോസ്, ഹോശയ, ഈ മീഖ, ഈ പ്രവചന പുസ്തകങ്ങളെല്ലാം. ആ ഒരു പശ്ചാത്തലത്തിൽ വേണം നാം ചിന്തിക്കുവാൻ. അപ്പം അതുകൊണ്ട് തന്നെയാണ് 32-ാം അധ്യായത്തിന്റെ
9 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സ്വൈര്യമായിരിക്കുന്നവരെ ചിന്തിക്കുക, ഒരാണ്ട് കഴിയുമ്പോൾ, ഒരാണ്ടും കുറെ നാളും കഴിയുമ്പോൾ നിങ്ങൾ നടുങ്ങി നിങ്ങളുടെ മുന്തിരി കൊയ്ത്ത് അത് നഷ്ടമാകും, ബലശേഖരം ഉണ്ടാകുകയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ എല്ലാം സുഖവും സന്തോഷവുമായിട്ടിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും നമുക്കൊരു കുഴപ്പമുണ്ടാകത്തില്ല. പക്ഷേ കാലങ്ങൾ മാറുമ്പോൾ, സാഹചര്യങ്ങൾ മാറി മറിയുമ്പോൾ ഇന്നത്തെ സന്തോഷവും ഇന്നത്തെ സുഖവും നാളെ ഉണ്ടാകണമെന്നില്ല. ഇവിടെ അത് തന്നെയാണ് സംഭവിക്കുന്നത്. അവരോട് ദൈവം പറയുന്ന ചില വാക്കുകൾ ഇങ്ങനെയാണ്. അതെ, നിങ്ങളുടെ ഉല്ലസിത നഗരങ്ങളിൽ മുള്ളും പറക്കാരയും മുളയ്ക്കും. അടുത്തത്, ജനപുഷ്ടിയുള്ള നഗരം നിർജ്ജനമായി തീരും, കുന്നും കാവൽ മാളികയും ഗുഹകളായി മാറും. എന്ന് പറഞ്ഞാൽ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഉറവിടമാകുന്ന സ്ഥലങ്ങൾ അതേ ഗുഹകളായി മാറ്റപ്പെടുമ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടുന്നത്? അവിടെ എഴുതിയിരിക്കുന്നത്, ആത്മാവ് അതിൻ്റെ മേൽ വരുമ്പോൾ മരുഭൂമി ഉദ്യാനമായി മാറും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തെ മരവിച്ച അവസ്ഥകൾ, മരുഭൂമിയുടെ അവസ്ഥകൾ മാറണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിലേക്ക് ഇറങ്ങി വരണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചുവടുകൾ വെക്കുവാൻ കഴിയാതെ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിയാതെ, മരുഭൂമി എന്നാൽ വരൾച്ചയാണ്, ആത്മീയമായ മന്ദതയുടെ അവസ്ഥയാണ്, ഒരു പച്ചപ്പ് പോലും ഇല്ലാത്ത അവസ്ഥയാണ്. ഈ അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ദൈവാത്മാവിൻ്റെ ശക്തിക്കും ഇടപെടലിനുമായി നാം പ്രാർത്ഥിക്കുകയും ഏൽപ്പിച്ചു കൊടുക്കുകയും വേണം. ഇതിനോട് അനുബന്ധമായി 2 വേദഭാഗങ്ങൾ കൂടി നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ. ആ വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു, ആഴത്തിന്റെ മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വളരെ വേഗത്തിൽ അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ദൈവമുണ്ടാക്കിയ ഭൂമി പാഴും ശൂന്യമായി തീർന്നു. ഫോംലെസ് ആൻഡ് എംറ്റി. ഫോംലെസ് എന്ന് പറഞ്ഞാൽ ഷെയ്പ്പില്ല, എംറ്റി എന്ന് പറഞ്ഞാൽ ഒരു സൃഷ്ടിയുമില്ല, എന്ന് പറഞ്ഞാൽ ഒരു ജനനവുമില്ല, ഒന്നിനും കൊള്ളത്തില്ല. ഇത്തരത്തിൽ ദൈവമുണ്ടാക്കിയ ഭൂമി ആയി തീർന്നപ്പോൾ അതിനൊരു കാരണം എഴുതിയിരിക്കുന്നത്, ആഴത്തിന്റെ മീതെ ഇരുളുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങൾ കഴിയുമ്പോൾ വെളിച്ചം ദൈവം ഉണ്ടാക്കുന്നു, കരയെയും വെള്ളത്തെയും തമ്മിൽ ദൈവം വേർതിരിക്കുന്നു, സൃഷ്ടിപ്പുകൾ ദൈവം നടത്തുന്നു, ഫലവൃക്ഷങ്ങളും മത്സ്യചരാചരങ്ങളെ ദൈവം സൃഷ്ടിക്കുന്നു. പക്ഷെ ഈ സൃഷ്ടിപ്പുകളെല്ലാം ദൈവം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വായിക്കുന്ന ഒരു കാര്യം കണ്ടോ? ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് വാസ് ഹോവറിങ് ഓവർ ദ സർഫസ് ഓഫ് വാട്ടർ എന്നാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഭൂമിയുടെ മുകളിൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ എഴുതിയിരിക്കുന്നത്, ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. എന്താണ് അർത്ഥം? ദൈവത്തിന്റെ വാക്ക് പുറപ്പെടുന്നതിന് മുൻപ്, സൃഷ്ടിക്കുവാനുള്ള കൽപ്പനകൾ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് ആത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ഇരുൾ മൂടിയിരുന്ന ഇടത്ത്, അതെ ഇനിയൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ ഇടത്ത് ആത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില സൃഷ്ടിപ്പ് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് അതേ ദൈവം ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മനസ്സിലാക്കുക, ദൈവം തൻ്റെ പ്രവൃത്തി ചെയ്യുന്നതിന് മുൻപേ അതിൻ്റെ അകത്തൊരു ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടൽ ഉണ്ടായിരിക്കും. വിശുദ്ധ വേദപുസ്തകം എവിടെ വേണമെങ്കിലും നിങ്ങൾ എടുത്തു നോക്കിക്കൊള്ളുക. ദൈവം ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ ഇടപെട്ടിരിക്കും. ഒരുപക്ഷെ നമ്മൾ അതിനെ ദൈവ സാന്നിധ്യമെന്നോ ദൈവശക്തി എന്നോ ഒക്കെ വിളിക്കാം. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത്, ദി സ്പിരിറ്റ് ഓഫ് ഗോഡ് വാസ് ഹോവറിങ്. ഹോവറിങ് എന്ന് പറഞ്ഞാൽ ഇത് ആവർത്തന പുസ്തകത്തിലാണ് ഇതിനോട് ചേർന്ന് മറ്റൊരു പദം കാണുന്നത്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും ചിന്തിക്കാം. അപ്പൊ ദൈവികമായ ഒരു സൃഷ്ടിപ്പ് ഉണ്ടാകുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വാക്ക് പുറപ്പെടുന്നതിന് മുമ്പ്, ദൈവത്തിന്റെ കൽപ്പന പുറപ്പെടുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. നോക്കുക, ദൈവാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് ദൈവകൽപ്പന ഉണ്ടായി. ഫോംലെസ് ആയിരുന്ന, എംറ്റി ആയിരുന്ന ഭൂമിയെ ദൈവം ക്രമീകരിക്കുവാൻ തുടങ്ങിയത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ
അതെ, ശൂന്യമായി കിടക്കുകയാണ്, ലക്ഷ്യമില്ലാതെ കിടക്കുകയാണ്, അർത്ഥമില്ലാതെ കിടക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പരിവർത്തിക്കുവാനുള്ള അവസരം നൽകി കൊടുത്താൽ അതിനുശേഷം ചില ദൈവശബ്ദങ്ങൾ, ചില ദൈവിക ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തുണ്ടാകുകയും ദൈവം ചിലത് ചെയ്യുകയും ചെയ്യുന്നത് കാണുവാനായിട്ട് കഴിയും. രണ്ടാമത്തേതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായത്തിൽ മരുഭൂമി ഉദ്യാനമായി മാറിയത് ആത്മാവ് അതിൻ്റെ മേൽ വരുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. 1997 ഇവർ രക്ഷയിലേക്ക് വന്ന് ഒരുപാട് പ്രതിസന്ധികൾ, വിട്ടുമാറാത്ത ഇരുളുകൾ ഞങ്ങളുടെ കുടുംബത്തിനകത്തുണ്ടായിരുന്നു. 2001 ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിലാണ് ഞാൻ പരിശുദ്ധാത്മശക്തിയാൽ നിറയപ്പെടുന്നത്. എനിക്ക് ഇന്നെന്ന പോലെ ആ ദിവസം ഓർമ്മയുണ്ട്. ഭയങ്കരമായ ദൈവശക്തി എൻ്റെ മേൽ ഇറങ്ങി വന്ന് ഞാൻ നൃത്തം ചെയ്ത് പരിശുദ്ധാത്മശക്തിയാൽ നിറഞ്ഞ നിമിഷം. ആ നിമിഷം മുതൽ എൻ്റെ ജീവിതത്തിൽ ഗണ്യമായ മാറ്റങ്ങൾ ഞാൻ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, ദൈവശക്തിക്ക് വേണ്ടിയും ദൈവാത്മാവിൻ്റെ ഒരു ഇടപെടലിന് വേണ്ടിയും നിങ്ങൾ കാത്തിരിക്കുന്നെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അത് എങ്ങനെ പ്രാപിക്കുവാൻ കഴിയും, അതിന് നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ ഈ മെസ്സേജുമായിട്ട് ബന്ധപ്പെട്ട് നാം ചിന്തിക്കുന്നതായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് മരുഭൂമിയെ ഉദ്യാനമാക്കുന്ന പരിശുദ്ധാത്മാവ്. മരുഭൂമി എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത സ്ഥലമാണ്. ഒരു വിത്തോ അല്ലെങ്കിൽ സസ്യജാലമോ ജീവനോ ഒരു വളർച്ചയോ ഒന്നുമില്ലാത്ത സ്ഥലം. പക്ഷെ അത് ഉദ്യാനമായി മാറുന്നത്, ഗാർഡനായി മാറണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടാകണം എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു ഭാഗത്തൂടെ പറഞ്ഞിട്ട് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു പള്ളിപ്രമാണി യേശുവിൻ്റെ അരികിൽ വന്നു. യേശുവിൻ്റെ അരികിൽ വന്നിട്ട് യേശുവിനോട് ആ മനുഷ്യൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ ആ മനുഷ്യനോട്, ആ പരീശ പ്രമാണിയോട് യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ലെങ്കിൽ നിനക്ക് ദൈവരാജ്യം കാണാൻ പറ്റത്തില്ല. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഒരു വ്യക്തിക്ക് എങ്ങനെ പുതുതായിട്ട് ജനിക്കും? അമ്മയുടെ ഉദരത്തിൽ രണ്ടാമത് കയറി ജനിക്കാൻ പറ്റുമോ? ഇല്ല. യേശു അവനോട് പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കാത്തിടത്തോളം ദൈവരാജ്യത്തിൽ ഒരു വ്യക്തിക്ക് പ്രവേശനമില്ല, ദൈവരാജ്യം കാണാൻ പോലും പറ്റത്തില്ല എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? വെള്ളം എന്താണ് വെള്ളം എന്നുള്ളത് പിന്നീട് വിവരിക്കാം. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് ബോൺ ഓഫ് സ്പിരിറ്റ് എന്നാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനനം പ്രാപിക്കാത്ത ഒരു വ്യക്തിയും ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവിനാൽ വീണ്ടും ജനനം പ്രാപിക്കാത്ത ഒരു വ്യക്തിയും ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. അപ്പൊ നോക്കുക, കേവലം സൃഷ്ടിപ്പ് മാത്രമല്ല, ഒരു വ്യക്തിയെ വീണ്ടും ജനനത്തിലൂടെ പുതിയ സൃഷ്ടിയാക്കി ഒരു ഭൂമിയിലേക്ക് ഒരു കുഞ്ഞു പിറന്നു വീഴുന്നത് പോലെ ദൈവരാജ്യത്തിൽ ഒരു വ്യക്തിയുടെ ജനനം നടക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്, ആത്മാവിനാലാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. അതുകൊണ്ട് ഇതുവരെയും ആത്മശക്തി പ്രാപിച്ചിട്ടില്ലാത്ത, ദൈവത്തിൻ്റെ ആത്മാവിനാൽ വീണ്ടും ജനനം പ്രാപിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ പാരമ്പര്യം കൊണ്ടോ നമ്മുടെ അറിവ് കൊണ്ടോ നമ്മുടെ ലോകപരിചയം കൊണ്ടോ നമുക്കൊരിക്കലും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പറ്റത്തില്ല. ആത്മാവിനാൽ ജനിക്കണം, വെള്ളത്താൽ ജനിക്കണം. ഈ വെള്ളം എന്താണെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. അത് പറയാൻ പോയാൽ സമയം ഒരുപാട് മുമ്പോട്ട് പോകും. അതുകൊണ്ട് ആത്മാവിനാൽ ജനിക്കണം. ഓരോ ദൈവമക്കളും പരിശുദ്ധാത്മാവിനാൽ ജനിച്ച് പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവരായിട്ട് നമ്മൾ മാറണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എങ്കിൽ മാത്രമേ ഈ ലോകത്തിൽ ജഡീക മോഹങ്ങളെ, പാപത്തിന്റെ പ്രലോഭനങ്ങളെ, ജഡത്തിന്റെ ശക്തികളെ ജയിച്ച് ദൈവം പറയുന്നത് കേട്ട് വിജയകരമായ ഒരു ആത്മീയ ജീവിതം നയിക്കുവാനായിട്ട് പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മ ശക്തി എന്താണ്, അത് നമ്മിലൂടെ എന്ത് ചെയ്യുന്നു, അത് പ്രാപിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ആത്മനിറവ്, കൃപാവരങ്ങൾ, ഇതൊക്കെ എന്താണ് എന്നുള്ളത് വചനാടിസ്ഥാനത്തിൽ നമുക്ക് പിന്നീട് ചിന്തിക്കാം. 3 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. സൃഷ്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് ഭൂമിയുടെ മേൽ പ്രവർത്തിച്ചു. ദൈവത്തിൻ്റെ വാക്കുകൾ പുറപ്പെടുന്നതിന് മുമ്പ് ദൈവാത്മാവ് അതിനുള്ള ഒരു വഴിയൊരുക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. രണ്ടാമത്, മരുഭൂമിയെ ഉദ്യാനമാക്കുന്ന ആത്മാവ്. മൂന്നാമത്തേത്, ഒരു വ്യക്തിയുടെ വീണ്ടും ജനനത്തോടനുബന്ധിച്ച് ഒരു വ്യക്തിയുടെ ഇൻഡിവിജ്വൽ, ഈ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് തന്നെ ഇൻഡിവിജ്വലാണ്, വ്യക്തിപരമാണ്. സ്വർഗത്തിൽ കൊച്ചുമക്കളൊന്നുമില്ല, സ്വർഗത്തിൽ മക്കൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭ. സ്വർഗത്തിൽ ആദിജാതന്മാർ മാത്രമേ ഉള്ളൂ, അല്ലാതെ കൊച്ചുമക്കളോ മരുമക്കളോ ഒന്നും സ്വർഗത്തിലില്ല. അതൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാം, പ്രാർത്ഥിക്കാം.
ഞങ്ങളുടെ കർത്താവെ, എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ചില സൃഷ്ടിപ്പുകൾ നടത്തുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയാണ്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തെ മരുഭൂമിക്ക് സമാനമായ സാഹചര്യങ്ങളിൽ ഉദ്യാനമാക്കി മാറ്റുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, വീണ്ടും ജനനത്തിലൂടെ ഞങ്ങളെ മക്കളാക്കുവാൻ തക്കവണ്ണം പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടലും ശക്തിയും തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകുവാൻ പ്രിയപ്പെട്ടവർക്ക് കൃപ നൽകണം, അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.